ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കറിയായിട്ടാണ്. ചെമ്മീൻ തേങ്ങാപ്പാൽ കറി. അത് ഉള്ളിയൊന്നും വഴറ്റാതെ വെക്കുന്ന ഒരു മെത്തേഡാണ്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പത്തിരി, വെള്ളപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് മഞ്ഞളും ഉപ്പും വെച്ച് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് രണ്ടാം പാല്, നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞു കൊടുക്കുക. ഒരു 1/4 കഷ്ണം സവാള കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 തക്കാളി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി അത് അടച്ചു വെച്ച ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ തിളയ്ക്കൽ തുടങ്ങാതെ തന്നെ ഓഫ് ചെയ്തത്. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം കൂടെ ചൂടുണ്ടാവും, ഒന്നുകൂടെ തിളയ്ക്കും. ചട്ടിയിലല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സൈഡിലൂടെയൊക്കെ തിള വരുമ്പം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 5-6 ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ അത് വഴറ്റണം. കുറച്ച് കറിവേപ്പില, ഉള്ളി ഈ ഒരു കളറാവുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.